ഹായ് ഓൾ, വെൽക്കം ടു PSC റാങ്ക് അപ്പ്. അപ്പോൾ നമ്മൾ ഇന്നലെ PSC ബുള്ളറ്റിൻ 2025 ജനുവരി ടു ജൂണിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിരുന്നു. വരാൻ പോകുന്ന ASM, CPO, വിമൻ CPO, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാംസിനെല്ലാം വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ ഇത് ഒരുപാട് പിക്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഓർത്തിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുള്ളവർ ഇത് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പാർട്ട് 1 പഠിച്ചത് അവാർഡ്സിനെ കുറിച്ചും പിന്നെ കറണ്ട് അഫയേഴ്സ് ജനറലായിട്ട് കേരള, ഇന്ത്യ, വേൾഡിനെ കുറിച്ചുമാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ടോപ്പിക്കായിട്ട് 97ാമത്തെ ഓസ്കാറും സ്പോർട്സും PSC ബുള്ളറ്റിനിൽ ബേസ് ചെയ്ത് മാത്രം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ 97ാമത്തെ ഓസ്കാർ ലഭിച്ച ചിത്രം അനോറയാണ്. അനോറ അതിൻ്റെ ഡയറക്ടറായ ഷോൺ ബേക്കറിന് തന്നെയാണ് ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡും ലഭിച്ചത്, ഓസ്കാറും ലഭിച്ചത്. അപ്പോൾ 97ാമത്തെ ഓസ്കറാണ് ചിത്രം അനോറ, ഡയറക്ടർ ഷോൺ ബേക്കർ. തിരക്കഥാകൃത്തും എഡിറ്റിങ്ങിനും ഉള്ള അവാർഡ് ലഭിച്ചതും ഓസ്കാർ അവാർഡ് ലഭിച്ചതും ഷോൺ ബേക്കറിന് തന്നെയാണ് അനോറ എന്ന ചിത്രത്തിന്. അപ്പോൾ അനോറ എന്ന ചിത്രത്തിന് 5 അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നടി മൈക്കി മാഡിസൺ അനോറ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് മികച്ച നടിക്കുള്ള ഓസ്കാർ നേടിയത്. അപ്പോൾ അനോറയ്ക്ക് 5 അവാർഡായല്ലോ. ബെസ്റ്റ് മൂവിയും അനോറയാണ്. അതിൻ്റെ ഡയറക്ടർ ഷോൺ ബേക്കറാണ് ബെസ്റ്റ് ഡയറക്ടർ. തിരക്കഥാകൃത്തും അദ്ദേഹമാണ്, എഡിറ്റിങ്ങും അദ്ദേഹമായിരുന്നു. ഇതിന് 3നും അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചു. മൂവിക്കും കിട്ടി. പിന്നെ നമ്മുടെ നടി മൈക്കി മാഡിസൺ ആണ് ഇതിൽ ചിത്രം കൊടുത്തിട്ടുണ്ട്. 5 അക്കാഡമി അവാർഡ്സ് എന്ന ചിത്രത്തിൽ കണ്ടല്ലോ, അനോറ എന്ന് പറയുന്ന മൂവിക്ക്. ഓക്കെ, അപ്പോൾ മൈക്കി മാഡിസൺ, ഷോൺ ബേക്കർ ബെസ്റ്റ് ഡയറക്ടർ. ഓക്കെ, മൈക്കി മാഡിസൺ മികച്ച നടി. അപ്പോൾ നമുക്ക് ഡയറക്ടറിനല്ലാതെ പിന്നെ എന്തിനൊക്കെ കിട്ടി? ഷോൺ ബേക്കറിന്, തിരക്കഥാകൃത്തിനും എഡിറ്റിങ്ങിനും. ഓക്കെ, അപ്പോൾ 97ാമത് ഓസ്കാർ അവാർഡ് നേടിയ ചിത്രം അനോറ, ഡയറക്ടർ ഷോൺ ബേക്കർ, അദ്ദേഹം സ്ക്രിപ്റ്റ്, തിരക്കഥാകൃത്തും അദ്ദേഹമായിരുന്നു, ബെസ്റ്റ് സ്ക്രിപ്റ്റ് അദ്ദേഹത്തിൻ്റെയാണ്, എഡിറ്ററിനുള്ള അവാർഡും ഷോൺ ബേക്കർ തന്നെയാണ് നേടിയത്. മൈക്കി മാഡിസൺ മികച്ച നടി. അപ്പോൾ അത്രയും കഴിഞ്ഞല്ലോ. ഇനി നടൻ നോക്കൂ, ഏഡ്രിയൻ ബ്രൂഡി. ഏഡ്രിയൻ ബ്രൂഡിക്ക് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിനാണ് 97ാമത് ഓസ്കാർ അവാർഡ് ലഭിച്ചത്. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിന് ഒരുപാട് അവാർഡ്സ് ലഭിച്ചതാണ്. അപ്പോൾ നമുക്കത് മറ്റുള്ള അവാർഡ്സ് പഠിക്കുമ്പോൾ ഇത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ഒരുപാട് ഈ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പഠിക്കുമ്പോൾ പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ഏഡ്രിയൻ ബ്രൂഡിനെ നോക്ക്, നമ്മളിവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഏഡ്രിയൻ ബ്രൂഡി. ഓക്കെ, ആ ബ്രൂഡിയുടെ ബ്രൂട്ടലിസ്റ്റിനെ വെച്ച് കണക്ട് ചെയ്യുക. മികച്ച നടൻ ഏഡ്രിയൻ ബ്രൂഡി, ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രം. മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണ്? ഐ ആം സ്റ്റിൽ ഹിയർ ബൈ വോൾട്ടർ സാൽസ്. ഓക്കെ, വോൾട്ടർ സാൽസ് ഡയറക്റ്റ് ചെയ്ത ഐ ആം സ്റ്റിൽ ഹിയർ. സ്റ്റിൽ വാട്ടർ എന്ന് കേട്ടിട്ടില്ലേ നമ്മൾ? ഓക്കെ, ഇങ്ങനെ ഒരു ഒഴുകാതെ കിടക്കുന്ന വെള്ളത്തിനാണ് സ്റ്റിൽ വാട്ടർ എന്ന് പറയുക. അപ്പോൾ സ്റ്റിൽ വെച്ച് കണക്ട് ചെയ്യുക, വോൾട്ടർ സാൽസ്. ഓക്കെ, ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്നതാണ് മികച്ച വിദേശ ഭാഷാ ചിത്രം. ഓക്കെ, ഇനി മികച്ച ഹ്രസ്വ ചിത്രം ഏതാണ്? ഷോർട്ട് ഫിലിം ഏതാണ് എന്നാണ് ചോദ്യം. ഐ ആം നോട്ട് എ റോബോട്ട്. ഐ ആം നോട്ട് എ റോബോട്ടാണ് മികച്ച ഹ്രസ്വ ചിത്രം. ഓക്കെ, വിദേശ ഭാഷാ ചിത്രം ഏതാണ്? ഐ ആം സ്റ്റിൽ ഹിയർ. ഓക്കെ, ഞാൻ വിദേശത്തൊന്നും പോയിട്ടില്ല, ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് ഓർത്താൽ മതി. ഇപ്പം വിദേശത്ത് പോകാതെ കുറച്ച് പേരെല്ലാം ഉണ്ടാവുള്ളൂ, അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യുക. ഹിയർ ഇപ്പോൾ വിദേശത്ത് പോകാത്തവരെ ബാക്കിയുള്ളൂ എന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. ഹ്രസ്വ ചിത്രം ഐ ആം നോട്ട് എ റോബോട്ട്. റോബോട്ട്സ് എല്ലാം 6 അടി ഉള്ളവരെയൊന്നും അല്ല, നമ്മൾ കുഞ്ഞു കുഞ്ഞു റോബോട്ട്സിനെയൊക്കെ കാണണല്ലേ. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്ത് വയ്ക്കുക. ഹ്രസ്വ ചിത്രം ഐ ആം നോട്ട് എ റോബോട്ട്. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് മൂവി ഏതാണ്? അനോറ. മികച്ച ഡയറക്ടറാണ് ഷോൺ ബേക്കർ അനോറ എന്ന മൂവിക്ക്. തിരക്കഥാകൃത്തും എഡിറ്ററും ഷോൺ ബേക്കർ തന്നെയാണ് അനോറ എന്ന മൂവിക്ക്. SEAN എന്നാണ് അവിടെ ഇംഗ്ലീഷിലെ സ്പെല്ലിങ് കിടക്കുന്നത്. ഷോൺ ബേക്കർ എന്നാണ് നമുക്ക് PSC ബുള്ളറ്റിൽ തന്നിരുന്നത്. അപ്പോൾ അനോറയ്ക്ക് 5 ഓസ്കാർ അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നടൻ ഏഡ്രിയൻ ബ്രൂഡി, ബ്രൂട്ടലിസ്റ്റ്. നടി മൈക്കി മാഡിസൺ. വിദേശ ഭാഷാ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ ബൈ വോൾട്ടർ സാൽസ്. ഹ്രസ്വ ചിത്രം ഐ ആം നോട്ട് എ റോബോട്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. മികച്ച സപ്പോർട്ടിംഗ് ആക്ട്രസ്, സഹനടി എന്നായിരിക്കും കേട്ടോ മലയാളത്തിൽ വരിക. മികച്ച സഹനടിക്കുള്ള ഓസ്കാർ ലഭിച്ചത് സോയി സൽദാനയ്ക്കാണ്. സോയി സൽദാന. മൂവി എമീലിയ പെരസ്. എമീലിയ പെരസ് എന്ന മൂവിക്ക് സോയി സൽദാനയ്ക്കാണ് മികച്ച സഹനടിക്കുള്ള ഓസ്കാർ ലഭിച്ചത്, 97ാമത് ഓസ്കാർ. ഇനി മികച്ച സഹനടൻ ആരാണ്? കീരൺ കൾക്കിംഗ് ആണ്. കീരൺ കൾക്കിംഗ്. എ റിയൽ പെയിൻ എന്ന് പറയുന്ന ചിത്രത്തിനാണ് അദ്ദേഹത്തിന് ഓസ്കാർ ലഭിച്ചത്. അപ്പോൾ കീരൺ കൾക്കിംഗ് ആരാണ്? കീരൺ കൾക്കിംഗ് മികച്ച സഹനടനാണ്. മികച്ച നടൻ ഏഡ്രിയൻ ബ്രൂഡി. ഇനി സോയി സൽദാന മികച്ച സഹനടിയാണ്. ഓക്കെ,
മൂവി എമീലിയ പെരസ്. ഓക്കെ. മികച്ച നടി മൈക്കി മാഡിസൺ ആണ്. ഓക്കെ, മൈക്കി മാഡിസൺ. സഹനടിയാണ് സോയി സൽദാന. അടുത്തത് ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം. ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഏതാണെന്ന് ചോദിച്ചാൽ ഫ്ലോ എന്ന് പറയുന്ന ചിത്രമാണ്. അതിൻ്റെ ഒരു ഇമേജാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഫ്ലോ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഏതാണ് എന്ന് ചോദിച്ചാൽ ഫ്ലോ ആണ്. ആനിമേറ്റഡ് വിഭാഗത്തിൽ വരുന്നതാണ്. ഇനി ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമും ഉണ്ട്, ഹ്രസ്വ ചിത്രവും ഉണ്ട്. അത് ഇൻ ദ ഷാഡോ ഓഫ് ദ സൈപ്രസ് എന്ന് പറയുന്ന ചിത്രത്തിനാണ് ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചത്. ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഏതാണ്? ഫ്ലോ. ഫീച്ചർ ഫ്ലോ, എഫ് വെച്ച് കണക്ട് ചെയ്യുക. ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമാണ് ഇൻ ദ ഷാഡോ ഓഫ് സൈപ്രസ്. ഷോർട്ട് ഫിലിമിൻ്റെ ഷാഡോ കണക്ട് ചെയ്യുക. ഓക്കെ, ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഇൻ ദ ഷാഡോ ഓഫ് ദ സൈപ്രസ്. അപ്പോൾ ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ആനിമേറ്റഡ് തന്നെ പറയുമ്പോഴാണ് കേട്ടോ ഫ്ലോ. കണ്ടോ, ആനിമേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ആണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ സഹനടി സോയി സൽദാന എമീലിയ പെരസ് എന്ന ചിത്രത്തിന്, സഹനടൻ കീരൺ കൾക്കിങ് എ റിയൽ പെയിൻ എന്ന് പറയുന്ന ചിത്രത്തിനാണ്. ഓക്കെ, അടുത്തത് തദ്ദേശ പുരസ്കാരങ്ങൾ നോക്കാം. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. ജില്ല വെച്ച് കണക്ട് ചെയ്യുക, ഇല്ല വെച്ച് കണക്ട് ചെയ്യുക. ജില്ലാ പഞ്ചായത്ത് കൊല്ലം. ഓക്കെ, മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പാണ്. അങ്ങനെ ഓർക്കുക, ഒരു മലയുടെ പുറത്ത് ഒരു പെരുമ്പാമ്പ് കിടപ്പുണ്ടെന്ന് ഓർക്കുക. മലയുടെ പുറത്ത് ഒരു പെരുമ്പാമ്പ് കിടപ്പുണ്ടെങ്കിൽ അവിടെ ബ്ലോക്ക് ആവില്ലേ? ആളുകൾക്കൊക്കെ പേടിയാവില്ലേ അങ്ങോട്ട് പോകാൻ? അപ്പോൾ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? പെരുമ്പടപ്പ്. ഓക്കെ, മലപ്പുറം ജില്ലയിലാണ്, പെരുമ്പടപ്പാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. ഓക്കെ, അപ്പോൾ പെരുമ്പാമ്പ് കിടപ്പുണ്ടെന്ന് ഓർത്താൽ മതി. മികച്ച ഗ്രാമപഞ്ചായത്തോ? വെളിയന്നൂർ. ഊരെന്നൊക്കെ പറയുമ്പോൾ ഒരു ഗ്രാമം. ഓക്കെ, വെളിയന്നൂർ കോട്ടയത്താണ്. ഓക്കെ, കോട്ടയം ജില്ലയിലാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്തായിട്ട് കൊല്ലം കണക്ട് ചെയ്യുക. ബ്ലോക്ക് പഞ്ചായത്ത് ഒരു പാമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ വിടാതെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിച്ച് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്, ഒരു പെരുമ്പാമ്പ് കിടപ്പുണ്ട് എന്നുള്ളത് പെരുമ്പടപ്പായിട്ട് ഓർക്കുക. മലപ്പുറത്താണ് കിടക്കുന്നത്. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ കോട്ടയം. അടുത്തത് മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. ഓക്കെ, കോർപ്പറേഷൻ മികച്ചതാണ് തിരുവനന്തപുരം. മികച്ച നഗരസഭ ഗുരുവായൂർ നഗരസഭ. ഓക്കെ, മികച്ച നഗരസഭ ഗുരുവായൂർ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം, മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ കോട്ടയം, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച നഗരസഭ ഗുരുവായൂർ. ഓക്കെ, അടുത്തത് സ്പോർട്സിലേക്ക് കടക്കാം. ഖേൽ രത്ന. നമുക്ക് 4 പേർക്ക് ഖേൽ രത്ന കിട്ടിയിരിക്കുന്നത്. മനു ഭേക്കർ ഷൂട്ടിങ്ങിന്, ഡി ഗുകേഷ് ചെസ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റ്. അപ്പോൾ ഇവരുടെ പേര് തന്നിട്ട് ഇവർ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് വേണമെങ്കിലും ചോദിക്കാം. അല്ലെങ്കിൽ ഖേൽ രത്ന ലഭിച്ച ഷൂട്ടിംഗ് താരമാരാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹോക്കി താരമാരാണെന്ന് ചോദിക്കാം. അപ്പോൾ പഠിച്ചു വയ്ക്കുക. ഖേൽ രത്ന മനു ഭേക്കർ ഷൂട്ടിംഗ്, ഡി ഗുകേഷ് ചെസ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റ്. ഇനി അർജുന അവാർഡ് നമ്മളെല്ലാവരെയും പഠിക്കുന്നില്ല. PSC ബുള്ളറ്റിനിൽ മലയാളി താരമായതുകൊണ്ട് സാജൻ പ്രകാശിൻ്റെ പേരാണ് കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്കത് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ അർജുന അവാർഡ് സാജൻ പ്രകാശ്, മലയാളി നീന്തൽ താരം. ദ്രോണാചാര്യ പുരസ്കാരം മികച്ച കോച്ചിന് കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ്. അപ്പോൾ അത് S മുരളീധരനാണ്, മലയാളി ബാഡ്മിൻ്റൺ കോച്ച്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ നോക്കാം. മനു ഭേക്കർ ഷൂട്ടിംഗ്, ഡി ഗുകേഷ് ചെസ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റ്. ഇത് ഖേൽ രത്ന ലഭിച്ചവരാണ്. ഇനി അർജുന അവാർഡ് ലഭിച്ചത് സാജനാണ്. വെച്ച് കണക്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അർജുന അത് മലയാളി നീന്തൽ താരം. ദ്രോണാചാര്യ ലഭിച്ചത് S മുരളീധരൻ, മലയാളി ബാഡ്മിൻ്റൺ കോച്ച്. ഇനി ICC 2024 കൊടുത്ത കുറച്ച് അവാർഡുകളാണ് നോക്കുന്നത്. ICC 2024 മികച്ച ടെസ്റ്റ് താരം ജസ്പ്രീത് ബുംറയാണ്. മികച്ച താരം ചോദിച്ചാലും ജസ്പ്രീത് ബുംറ തന്നെയാണ്. ഇനി മികച്ച വനിതാ താരം ചോദിച്ചാൽ അമീലിയ കെയർ. ഓക്കെ, മിലിയ കെയർ എന്നും നമ്മുടെ ഫോട്ടോയിലൊക്കെ കാണുന്നത് മിലിയ കെയർ എന്നാണ്. അമീലിയ കെയർ എന്നാണ് നമുക്ക് ബുള്ളറ്റിനിൽ തന്നിരിക്കുന്നത്. ന്യൂസിലൻഡുകാരിയാണ്. ഓക്കെ, മികച്ച വനിതാ താരം അമീലിയ കെയർ. ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കുക. 2024 പുരുഷ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ബുംറയാണ്. ഓക്കെ, ഇനി ടെസ്റ്റ് ക്രിക്കറ്റർ ചോദിച്ചാലും ബുംറ തന്നെയാണ്. അപ്പോൾ 2024 പുരുഷ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ചോദിച്ചാലും, പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ചോദിച്ചാലും ബുംറയാണ്. ഇനി വനിതാ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ചോദിച്ചാൽ ആരാണ്? അതായത് മികച്ച വനിതാ താരം ചോദിച്ചാൽ ആരാണ്? മീലിയ കെയർ അല്ലെങ്കിൽ അമേലിയ കെയർ. ഓക്കെ, ന്യൂസിലൻഡുകാരിയാണ്. അടുത്തത് T20
മികച്ച ക്രിക്കറ്റർ ആരാണെന്ന് ചോദിച്ചാലും അമേലിയ കെയർ തന്നെയാണ്. ഓക്കെ, വനിതാ ക്രിക്കറ്ററാണ്. T20 മികച്ച താരമാണെന്ന് ചോദിച്ചാൽ അമേലിയ കെയർ. ഇനി അത് മെന്നിലാണെങ്കിലോ അർഷ്ദീപ് സിംഗ് ആണ്. അർഷ്ദീപ് സിംഗ്. ഓക്കെ, അപ്പോൾ 2024 പുരുഷ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ബുംറ, ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയറും ബുംറ. ക്രിക്കറ്റർ ഓഫ് ദി ഇയർ വനിതയാണെങ്കിലോ അമേലിയ കെയർ, ന്യൂസിലൻഡ്. അടുത്തത് വിമൻസ് T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയറും അമേലിയ കെയർ ആണ്. ഇനി അത് മെൻസ് T20 ആണെങ്കിലോ അർഷ്ദീപ് സിംഗ് ആണ്. ഇനി വിമൻസ് 1 ഡേ മാച്ച് ആണെങ്കിലോ ഏകദിന ക്രിക്കറ്റിലെ മികച്ച താരം സ്മൃതി മന്ദാനയാണ്. ഓക്കെ, ഏകദിന ക്രിക്കറ്റിലെ സ്മൃതി മന്ദാന. ഓക്കെ, അപ്പോൾ ICC 2024 മികച്ച ടെസ്റ്റ് താരം ജസ്പ്രീത് ബുംറയാണ്. ടെസ്റ്റ്. ഓക്കെ, മികച്ച താരവും ജസ്പ്രീത് ബുംറയാണ്. ഇനി മികച്ച വനിതാ താരം അമേലിയ കെയർ ആണ്. മികച്ച T20 വനിതാ താരവും അമേലിയ കെയർ ആണ്. ഓക്കെ, ഇനി T20 പുരുഷ താരം ആരായിരുന്നു? അർഷ്ദീപ് സിംഗ്. ഇനി 2024 വനിതാ ഏകദിനം 1 ഡേ ക്രിക്കറ്റിലെ മികച്ച താരം ആരായിരുന്നു? സ്മൃതി മന്ദാന. ഓക്കെ, ഇത് ഒന്നും കൂടെ കേട്ട് പഠിച്ചാൽ മതി. നമ്മുടെ ഇമേജസും കൂടെ കാണുമ്പോഴത്തേക്കും ഓർമ്മ വരും. ഇനി BCCIയുടെ CK നായിഡു ലൈഫ് ടൈം അവാർഡ് ലഭിച്ചതാർക്കാണ്? സച്ചിൻ ടെണ്ടുൽക്കറിനാണ്. BCCIയുടെ CK നായിഡു ലൈഫ് ടൈം അവാർഡ് ലഭിച്ചതാർക്കാണ്? സച്ചിൻ ടെണ്ടുൽക്കറിനാണ്. ഓക്കെ, CK നായിഡു ലൈഫ് ടൈം അവാർഡാണ് സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭിച്ചത്. അണ്ടർ 19 വനിതാ T20 വേൾഡ് കപ്പ് ജയിച്ചതാരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. അണ്ടർ 19 വനിതാ T20 വേൾഡ് കപ്പ് ജയിച്ചത് ഇന്ത്യ. അണ്ടർ 19 ആണ്. T20 നേടിയതാരാണ്? ഇന്ത്യ. ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടുന്ന ആദ്യ മലയാളി വനിത ആരാണ്? ക്രിക്കറ്റിൽ വേൾഡ് കപ്പ് നേടുന്ന ആദ്യ മലയാളി വനിത ജോഷിത വയനാട്. ഓക്കെ, ജോഷിത വയനാട്. അപ്പോൾ നമ്മളൊരു കാര്യം നേടുമ്പോൾ നമുക്കൊരു ജോഷ് ഉണ്ടാവില്ലേ? അപ്പോൾ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടുന്ന ആദ്യ മലയാളി വനിതയല്ലേ? അപ്പോൾ ജോഷുണ്ട്. ജോഷിത വയനാട്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഡെറാഡൂണാണ്. അത് ജയിച്ചതാരാണ്? സർവീസസ്. അപ്പോൾ 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എന്താണ്? ഡെറാഡൂണാണ്. ദേശീയ ഗെയിംസിൻ്റെ വേദി ഡെറാഡൂൺ. വിജയി ആരാണ്? സർവീസസ്. കേരളത്തിൻ്റെ സ്ഥാനം 14ാം സ്ഥാനമാണ്. കേരളത്തിൽ 14 ജില്ലകളുണ്ടെന്ന് ഓർത്താൽ 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് 14ാം സ്ഥാനം. അപ്പോൾ നമുക്ക് BCCI CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ചത് സച്ചിൻ ടെണ്ടുൽക്കർ. അണ്ടർ 19 വനിതാ T20 വേൾഡ് കപ്പ് നേടിയത് ഇന്ത്യ. ആദ്യ മലയാളി ജോഷിത വയനാടുകാരിയാണ്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഡെറാഡൂൺ. വിന്നർ സർവീസസ് ആണ്. കേരളത്തിന് 14ാം സ്ഥാനം. ഓക്കെ, ഡെറാഡൂൺ ആയിരുന്നു വേദി, അത് ഓർത്തിരിക്കുക. ഏകദിന ക്രിക്കറ്റിൽ വേഗതയേറിയ 14,000 റൺസ് തികച്ചതാരാണ്? റെക്കോർഡ് നേടിയത് കോഹ്ലിയാണ്. ഏകദിന ക്രിക്കറ്റിൽ ഫാസ്റ്റസ്റ്റ് 14,000 റൺസ് എന്ന റെക്കോർഡ് നേടിയത് കോഹ്ലിയാണ്. ഇനി 2025 ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളാരാണ്? ഇന്ത്യ. 3ാമത്തെ തവണയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളാകുന്നത്. വേദി എവിടെയായിരുന്നു? ദുബായ്. ന്യൂസിലൻഡിനെതിരെയായിരുന്നു ജയം. ഓക്കെ, അപ്പോൾ 2025 ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾ ഇന്ത്യ. 3ാം തവണയായിരുന്നു. വേദി ദുബായ്. ഇപ്പോൾ ഫസ്റ്റ് റണ്ണറപ്പ് ചോദിച്ചാൽ ന്യൂസിലൻഡ്. ഓക്കെ, രഞ്ജി ട്രോഫി കിരീടം നേടിയതാരാണ്? വിദർഭ. ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ, രഞ്ജി ട്രോഫി വിദർഭ. കേരളത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ കേരളം അവിടെ ഫസ്റ്റ് റണ്ണറപ്പാണ്. ഓക്കെ, 38ാമത് ദേശീയ ഗെയിംസിൽ കേരളം 14ാമതായിരുന്നു. രഞ്ജി ട്രോഫിയിൽ കേരളം ഫസ്റ്റ് റണ്ണറപ്പാണ്, സെക്കൻഡ് പൊസിഷനാണ്. വിദർഭയ്ക്കാണ് കിരീടം കിട്ടിയത്. 2025 പുരുഷ വനിതാ കബഡി വേൾഡ് കപ്പിൻ്റെ വേദി ഇംഗ്ലണ്ടാണ്. 2025 പുരുഷ വനിതാ കബഡി വേൾഡ് കപ്പ് വേദി ഇംഗ്ലണ്ടാണ്. 2 പേരുടെയും പുരുഷ കബഡി വേൾഡ് കപ്പാണെങ്കിലും വനിതാ കബഡി വേൾഡ് കപ്പാണെങ്കിലും വേദി ഇംഗ്ലണ്ടാണ്. BBCയുടെ ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 മനു ഭാക്കറാണ്. നമുക്ക് ഖേൽ രത്ന ലഭിച്ചു എന്ന് പറഞ്ഞ മനു ഭാക്കറാണ് ഷൂട്ടിങ്ങിന്. ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി ക്രിസ്റ്റി കാവൻട്രി. അത് ഫസ്റ്റ് വുമൺ മാത്രമല്ല, ഫസ്റ്റ് ആഫ്രിക്കൻ കൂടിയാണ്. ഒരു ആഫ്രിക്കക്കാരനോ കാര്യോ ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ആവുന്നത് ക്രിസ്റ്റി കാവൻട്രിയാണ്. അപ്പോൾ ആദ്യം മുതൽ നോക്കാം. ഏകദിന ക്രിക്കറ്റിൽ ഫാസ്റ്റസ്റ്റ് 14,000 റൺസ് കോഹ്ലിയുടെ റെക്കോർഡാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾ ഇന്ത്യയാണ്. 3ാം തവണ ദുബായ് ആയിരുന്നു വേദി. ന്യൂസിലൻഡിനെതിരെയായിരുന്നു. രഞ്ജി ട്രോഫി കിരീടം നേടിയത് വിദർഭ എഗെയിൻസ്റ്റ് കേരള ഫസ്റ്റ് റണ്ണറപ്പ്. 2025 പുരുഷ വനിതാ കബഡി വേൾഡ് കപ്പ് വേദി ഇംഗ്ലണ്ടാണ്. ഓക്കെ,
നമ്മൾ പഠിച്ച നാഷണൽ ഗെയിംസിൽ ആരായിരുന്നു ഫസ്റ്റ്? നാഷണൽ ഗെയിംസിന് സർവീസസിലായിരുന്നു ഫസ്റ്റ്. രഞ്ജി ട്രോഫിക്ക് ആർക്കാണ് ഫസ്റ്റ്? വിദർഭ. ഓക്കെ. കേരളത്തിന് നാഷണൽ ഗെയിംസിൽ 14ാം സ്ഥാനവും രഞ്ജി ട്രോഫിയിൽ 2nd പ്ലേസുമാണ്. അത് ഫസ്റ്റ് റണ്ണറപ്പാണ്. 2025 പുരുഷ വനിതാ കബഡി വേൾഡ് കപ്പ് വേദി ഇംഗ്ലണ്ട്. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 ആണ് മനു ഭാക്കർ. ഫസ്റ്റ് വുമൺ ടു ബിക്കം പ്രസിഡന്റ് ഓഫ് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി ക്രിസ്റ്റി കെവൻട്രി. ഫസ്റ്റ് ആഫ്രിക്കൻ ചോദിച്ചാലും ക്രിസ്റ്റി കെവൻട്രി. ഇനി പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസ് 2027 ആരംഭിക്കും. ഓക്കെ, 2027 പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസ് തുടങ്ങുക. അതിൻ്റെ വേദി റിയാദാണ്, സൗദി അറേബ്യയിലെ റിയാദാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസ് 2027 വേദിയാകാൻ പോകുന്നത് റിയാദാണ്, സൗദി അറേബ്യയിൽ. ഓക്കെ. അപ്പോൾ ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ആരാണെന്നാണ് പറഞ്ഞ ക്രിസ്റ്റി കെവൻട്രി. ഇത് പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിം 2027 തുടങ്ങാൻ പോകുന്നു. അതിൻ്റെ വേദി റിയാദാണ്, സൗദി അറേബ്യയിൽ. അടുത്തത് ലോക ജൂനിയർ ചെസ് കിരീടം നേടിയത് ഇന്ത്യ. ലോക ജൂനിയർ ചെസ് കിരീടം നേടിയത് ഇന്ത്യ. ഫിഡെ അണ്ടർ 20 വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ വ്യക്തി പ്രണവ് വെങ്കടേഷാണ്. ഫിഡെ അണ്ടർ 20 വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് പ്രണവ് വെങ്കടേഷാണ്. T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം. പ്രായം കുറഞ്ഞെന്ന് പറയുമ്പോൾ ഒരു 20 വയസ്സേ ഉള്ളൂ എന്ന് ഓർത്താൽ മതി. അപ്പോൾ T20 എന്ന് കിട്ടും. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. 14 വയസ്സ് 32 ദിവസം ആയിരുന്നു പ്രായം. ഓക്കെ. IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. ഓക്കെ. അപ്പോൾ T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമാണ്. T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം തന്നെ വൈഭവ് സൂര്യവംശിയാണ് IPL. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈഭവ് സൂര്യവംശി. അപ്പോൾ പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസ് 2027 വേദി റിയാദ്, സൗദി അറേബ്യ. ലോക ജൂനിയർ ചെസ് കിരീടം ഇന്ത്യക്കായിരുന്നു. അതിൽ ഫിഡെ അണ്ടർ 20 വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് പ്രണവ് വെങ്കടേഷാണ്. T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. നമ്മുടെ 2025 ഫിഡെ വേൾഡ് ചാമ്പ്യനായി മാറിയതാരാണ്? അത് ഡി ഗുകേഷ് ആയിരുന്നു. ഇത് ഫിഡെ അണ്ടർ 20 വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് പ്രണവ് വെങ്കടേഷാണ്. നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ അതാണ് ഡി ഗുകേഷ്. T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. 14 വയസ്സും 32 ദിവസവും പ്രായമുള്ളപ്പോൾ. IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരവും വൈഭവ് സൂര്യവംശിയാണ്. ഒക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നന്നായിട്ട് മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടിയാണ്. അടുത്തത് നോക്കാം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഗജസിംഹ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഗജസിംഹ. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി സൗത്ത് കൊറിയയിലെ ഗുമിയാണ്. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി സൗത്ത് കൊറിയയിലെ ഗുമിയാണ്. സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് FC ഗോവയാണ്. സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയവരാണ് FC ഗോവ. ഓക്കെ. ഇനി സൂപ്പർ ക്ലാസിക് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയവരാണ് R പ്രജ്ഞാനന്ദ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു രഞ്ജി ട്രോഫി നേടിയവരാണ് വിദർഭയായിരുന്നു അല്ലേ? വിദർഭ കേരളത്തിനെതിരെ അല്ലേ? ഇപ്പോൾ നമ്മൾ പറയുന്നത് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് FC ഗോവയാണ്. FC ഗോവ. ഇനി സൂപ്പർ ക്ലാസിക് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയിയായത് R പ്രജ്ഞാനന്ദയാണ്. ചാമ്പ്യനായത് R പ്രജ്ഞാനന്ദ. ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഡി ഗുകേഷാണ്. ഓക്കെ, അത് സൂപ്പർ ക്ലാസിക് അല്ല. ഓക്കെ, സൂപ്പർ ക്ലാസിക് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യനായത് R പ്രജ്ഞാനന്ദ. വേൾഡ്സ് ഫസ്റ്റ് ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് നടന്നത് എവിടെയാണ്? ചൈനയിലെ ഹാങ്ഷുവിലാണ്. ലോകത്തിലാദ്യമായി ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ ഫൈറ്റിംഗ് നടന്നത് എവിടെയാണ്? ചൈനയിലെ ഹാങ്ഷുവിലാണ്. സാഫ് അണ്ടർ 19 ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യ. ഓക്കെ, സാഫ് അണ്ടർ 19 ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യ. ബംഗ്ലാദേശിനെതിരെയായിരുന്നു. അരുണാചൽ പ്രദേശിൽ വെച്ചായിരുന്നു സാഫ് അണ്ടർ 19 ഫുട്ബോൾ മത്സരം നടന്നത്. ഓക്കെ, വേദി അരുണാചൽ പ്രദേശ്. സാഫ് അരുണാചൽ പ്രദേശ് വളരെ സേഫാണെന്ന് ഓർത്താൽ മതി. ഏറ്റവും ഈസ്റ്റിലല്ലേ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഗജസിംഹ. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി സൗത്ത് കൊറിയയിലെ ഗുമി. സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് FC ഗോവ. സൂപ്പർ ക്ലാസിക് ചെസ് ചാമ്പ്യൻ R പ്രജ്ഞാനന്ദ. വേൾഡ്സ് ഫസ്റ്റ് ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് നടന്നത് ഹാങ്ഷു, ചൈന. സാഫ് അണ്ടർ 19 ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യ. ബംഗ്ലാദേശിനെതിരെ അരുണാചൽ പ്രദേശിൽ വെച്ചായിരുന്നു മത്സരം. നമ്മൾ PSC ബുള്ളറ്റിനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു PSC റാങ്ക് അപ്പ്. താങ്ക് യു.